നമ്മളിന്ന് ചിക്കനും കപ്പയും ആക്കാൻ വേണ്ടി സവോള, തക്കാളി, പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചതിന് ശേഷം 2 കിലോ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു ഉരുളി അടുപ്പയിലോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായി കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില അതിലേക്കിട്ട് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സവോള അത് ഇട്ട് കൊടുത്തു. അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തു. നല്ലതുപോലെ വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിട്ടു. എന്നിട്ട് തക്കാളിയും ഇട്ടു. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലകളായ മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ മസാലകളും ചേർത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മസാലയും ചേർത്ത് വീണ്ടും ഇളക്കി. അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ചാറാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും ഒഴിച്ച് മാറ്റി വെക്കുക. കപ്പയ്ക്കുള്ള പരിപാടിയാണ്. അതിന് നമ്മൾ തേങ്ങ അരച്ചു. കപ്പ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അരച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ടു. അതിന് ശേഷം ഒന്നും കൂടെ അത് മൂടി വെച്ചു. കപ്പ റെഡിയായി, ചിക്കൻ കറി റെഡിയായി.